പ്രവിത, ഇനി നമുക്ക് മങ്കടയിലേക്ക് ഒന്ന് പോകാം. വളരെ വലിയ ട്വിസ്റ്റുകൾ നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ മുസ്ലിം ലീഗ് വിമതൻ കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാൻ LDF തീരുമാനിച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറയുകയാണ്. കുന്നത്ത് മുഹമ്മദ് പൊതു പിന്തുണ അഭ്യർത്ഥിച്ചെന്നും ഇതിനാൽ നിലവിൽ പ്രഖ്യാപിച്ച MV അലവിയെ മാറ്റിയെന്നും A വിജയരാഘവൻ പറയുന്നു. ഈ ലീഗിന്റെ മങ്കട നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ നോമിനേഷൻ കൊടുത്തപ്പോഴാണ് അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. അദ്ദേഹം ഒരു പൊതു പിന്തുണ അഭ്യർത്ഥിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പൊതു പിന്തുണ, നമ്മളുടെയൊക്കെ പിന്തുണ കിട്ടുമോ എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഒരു പൊതു പിന്തുണ കിട്ടുമോ എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് പരിശോധിച്ചു. ആ പരിശോധനയിൽ മങ്കട നിയോജകമണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ നിശ്ചയിച്ചിരുന്ന സഖാവ് MP അലവിയുടെ പേരാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത്. അത് മാറ്റി നമ്മൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാൻ ഇപ്പോൾ LDF തീരുമാനിച്ചിരിക്കുകയാണ്. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങളുമായി മലപ്പുറത്തുനിന്ന് ചേരുന്നത്. ഗോകുൽ, മുൻപും മങ്കട LDFനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ നിലനിന്ന മണ്ഡലമായിരുന്നു. ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗ് വിമതൻ കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് A വിജയരാഘവൻ പറഞ്ഞത്? സസ്പെൻസുകൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഈ നിമിഷത്തെ ശ്രദ്ധേയമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. MP അലവി CPMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തെയാണ് LDF അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മുസ്ലിം ലീഗിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കിട്ടുമോ എന്ന പരീക്ഷണവും അവരെ നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു CPM. ആ സമയത്താണ് മുസ്ലിം ലീഗിന്റെ അവിടുത്തെ മങ്കട മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദിനെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. മഞ്ഞളാംകുഴി അലിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കിയത്. പിന്നീട് അയാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കുപോക്കുകൾ, ചർച്ചകളൊക്കെ CPMകാരുടെ നേതൃത്വത്തിൽ നടന്നു. അതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കുന്നത്ത് മുഹമ്മദ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തത്. ആ പിന്തുണ അഭ്യർത്ഥിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള A വിജയരാഘവൻ ആ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാറ്റാൻ, അതായത് MP അലവിയെ, സ്ഥാനാർത്ഥിത്വം നൽകിയ MP അലവിയെ മാറ്റാനും കുന്നത്ത് മുഹമ്മദിനെ ഇടതു സ്വതന്ത്രനായിട്ട് അംഗീകരിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ട് മങ്കടയിലുള്ള CPMന്റെ അനുഭാവികളും അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ കുന്നത്ത് മുഹമ്മദിനെ സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.